നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഞങ്ങളുടെ ഗ്രൂപ്പ് ഈ മുസ്ലിം ലീഗിൻ്റെ പേരിൽ നിന്ന് മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ ദാൽ വേണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ടും സമുദായ സ്നേഹം ഉണ്ടായിട്ടും ലീഗിനോട് സ്നേഹം ഉണ്ടായിട്ടും പറഞ്ഞാണ്. കാരണം ഒരു ന്യൂനപക്ഷ പാർട്ടി ആകുമ്പോഴേ അവർ നമ്മൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സോഷ്യലായിട്ടോ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ ശ്രോതാക്കളിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ എന്നൊരു കുറ്റവാളിയായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു ദുഷ്ടനാണ്, അല്ലാതെ എന്നുള്ളത്. ഇനി ഞാൻ നിങ്ങളിത് എങ്ങനെ പറയുന്നു മനസ്സിലാക്കുക? ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നല്ല വാക്ക് ഞാൻ വിചാരിച്ച് ഇത് തിരുത്തി കഴിഞ്ഞാൽ ഭാവി തലമുറ എൻ്റെ സമൂഹം എന്നെ കുറ്റപ്പെടുത്തും. നിങ്ങളെങ്കിലും ഉണ്ടായില്ലേ മാറ്റം സംസാരിക്കാൻ വേണ്ടിയെന്ന്? അത്ര അപകടത്തിലേക്കാണ് മുസ്ലിം ലീഗ് എന്ന സംഘടന പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 77 വർഷമായിട്ട് ഈ സംഘടന എവിടെ എത്തി? അപ്പം തികച്ചും നിരുപദ്രവകരമായ കാര്യം, തികച്ചും മനുഷ്യത്വം, ഭാവിയുള്ളത്, സമുദായത്തിൽ നല്ല, രാജ്യത്ത് നല്ലതായൊരു കാര്യമാണ് വർഷങ്ങളായിട്ട് മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നെ എന്തോ ഒരു മോശക്കാരന് ചിത്രീകരിക്കുന്നത്. ഞാൻ എന്തിന് ഈ സമുദായത്തിന് വേണ്ടി വാദിച്ച് ഞാൻ മോശക്കാരനാണെന്തിനാ? പക്ഷെ ഞാനെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞില്ലെങ്കിൽ അത് ഈ സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഒരു വ്യക്തിയിൽ ഒരു സമുദായത്തിൽ ജനിച്ച ആള് ആദ്യമായിട്ട് വേണ്ടത് അവരുടെ കുടുംബത്തിലേക്ക് സ്ഥാനം വേണം. മറ്റ് സാമൂഹ്യമായിട്ടാണെങ്കിലല്ലോ അവൻ്റെ സമുദായത്തിലെ സ്ഥാനം വേണം. സമുദായത്തിന് വളർച്ചയിൽ പ്രവർത്തിക്കണം. അത് കഴിഞ്ഞ് സമൂഹം വരുന്നുള്ളൂ. സമൂഹം കഴിഞ്ഞ പിന്നെ രാജ്യമൊക്കെ വരുന്നത്. മൊത്തത്തിലും ഒരു രാഷ്ട്രമാണ് മെയിൻ കാര്യം. അത് ആദർശപരമായിട്ടൊക്കെ പോളിസി അല്ലേ, അല്ലാതെ വരുമ്പോഴാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേ ഞാൻ ജനിച്ച സമുദായത്തിൽ എനിക്ക് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ പാടുപെടുന്നു. ഇത്രയും ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് കാണിച്ചിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ സമുദായത്തിലെ ചിലവർക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനു ഈ റിസ്ക് എടുക്കണം, ഈ കുറ്റം കേൾക്കുന്നത്? ഏതായാലും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ വിഷയം അതൊന്നുമില്ല. ഒന്ന്, ഇപ്പം ഈ സർക്കാർ മദ്യവേനൽ അവധി, മഴക്കാലത്തെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും വേനലവധി ഏപ്രിൽ മെയ് മാസമാണ് ഇപ്പോൾ അവധി. ജൂണിലാണ് തുറക്കുന്നത്. അത് മാറ്റി വീണ്ടും ഏപ്രിൽ മെയ് ക്ലാസ് ആക്കിയിട്ട് ജൂൺ ജൂലൈ അവധിയാക്കിയാൽ കൊള്ളാമെന്നൊരു അഭിപ്രായം. അത് എൻ്റെ മണ്ട ശിരോമണി, ഇത് നിങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചല്ല. CH മുഹമ്മദ് കോയ മന്ത്രി അയക്കുമ്പോൾ, വിദ്യാഭ്യാസ മന്ത്രി അയക്കുമ്പോൾ ഈ നിയമം കൊണ്ടുവന്ന് അങ്ങനെ നിയമം മാറ്റി. എന്താ സംഭവിച്ചത്? മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആയപ്പോഴേക്കും കുടിക്കാൻ വെള്ളമില്ലാതെ വെള്ളക്ഷാമമാണ്. ശുദ്ധജലക്ഷാമം. സ്കൂളൊക്കെ ലക്ഷങ്ങൾ കുട്ടികളാണ് ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ സമയത്ത് ഈ ചൊള്ള അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വരും, അഞ്ചാമന് വരും, പല പല അസുഖങ്ങൾ പാർശ്വവാതിൽ, വേനൽക്കാലം പാർശ്വവാതിൽ വായിൽ കൂടി പകർന്ന രോഗങ്ങൾ. അപ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാം സ്കൂളിൽ വന്നിരിക്കുക, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അതിന് ഒരുപടി ദൂഷ്യമുണ്ട്. ഈ വിദ്യകൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഇത് മഴ വന്നാൽ നമുക്ക് അവധി കൊടുത്താൽ വീട്ടിലെ കുട്ടികൾക്ക് ഇരിക്കാം. മറിച്ച് അത് 1-2 ആഴ്ച ഉണ്ടാവും മഴ. അതിനുവേണ്ടി അവധി വേനലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. ഇപ്പൊ സ്കൂൾ സമയം മാറ്റേണ്ട ഒരു കാര്യമില്ല. വെറുതെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുക, സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു കാര്യമില്ല. കാരണം 4:30 ആയത് 4:15 4:45 അല്ല, രാവിലെ 8 എന്നുള്ളത് 8:15, വൈകിട്ട് 4 എന്നുള്ളത് 4:15. അതുകൊണ്ട് എന്ത് കാര്യം? എന്തിൻ്റെ ആവശ്യം? ഈ അരമണിക്കൂർ എന്ത് ആകാശം വീഴുമോ? അപ്പം ഇതൊക്കെ വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്ക് തല്ലുണ്ടാക്കാനുള്ള ദുഷ്ടമനസ്ഥയാണ്. അപ്പോൾ ഇത് ദുഷ്ടമനസ്സല്ല. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല. സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പഠിക്കണം. ഇതിനു മുൻപ് CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിക്ക് വർഷങ്ങൾക്ക് വർഷം പണിയാൻ പറയാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ അവസാനം മദ്യവേനൽ അവധി ജൂൺ ജൂലൈന് പകരം, അല്ലെങ്കിൽ ഏപ്രിൽ മെയ്ന് പകരം ജൂണിലേക്ക് മാറ്റി, ജൂൺ ജൂലൈ ആക്കി.
അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു കുടിക്കാൻ വെള്ളമില്ല, പാർശ്വവാദി അത് വീണ്ടും മാറ്റി. അതുപോലെ പണ്ടത്തിലാണ് നിങ്ങൾ ആലോചിക്കുക എന്നത്രേ ഉള്ളൂ. മറ്റൊന്ന്, ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നത് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത കാര്യമാണ്. ക്രിസ്ത്യൻ സമൂഹം ബുദ്ധിയുള്ളവരൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ കുറേ വർഷമായിട്ട് കേരളത്തിൽ ക്രിസ്ത്യൻ സഭയൊന്നും ഒരു ബുദ്ധിയില്ല, മാത്രം വെറും ദുഷ്ട മനസ്ഥിയാണ്, ദുഷ്ടലാക്കാണ്, ഒരു മനുഷ്യത്വം ഇല്ലാതെ. അല്ലെങ്കിൽ വെറുതെ മുസ്ലിം സമുദായത്തിൽ ഒടുക്കാൻ വരുമോ? കാസക്കും ക്രിസക്കിക്കൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനുവേണ്ടി സഭ നല്ല മാന്യന്മാരെ സഭാ നേതൃത്വം അത് എടുത്തപ്പോഴേ അവരും മണ്ടന്മാരും വിഡ്ഢികളായിട്ടല്ലേ? ഈടോ സഭാ നേതൃത്വമേ, ക്രിസ്ത്യൻ സമുദായ നേതൃത്വമേ, എനിക്ക് നിങ്ങൾ ഒരു എതിർപ്പില്ലെന്ന് മതം, ഞാൻ എൻ്റെ സമുദായം പോലെ തന്നെ കടക്കാതെ നിങ്ങളുടെ സമുദായം. പുള്ളിപ്പുലി നിന്ന് പുള്ളി പോയാൽ പിന്നെ പുള്ളിപ്പുലിയാവും. അത് സംഘ് പരിവാറിൽ നിന്ന് ക്രിസ്ത്യൻ വിരോധവും മുസ്ലിം വിരോധവും കമ്മ്യൂണിസ്റ്റ് വിരോധവും, ഇപ്പൊ മൂന്നാമതൊരു വിരോധം എന്താണ്? പിന്നെ ജനാധിപത്യ വിരോധവും. ഇതില്ല, ഇത് മാറ്റിപ്പോ എന്ത് BJP? പിന്നെ BJP വരെയല്ലേ? ഈ കൊടയുടെ തുണിയും മാറ്റി കാല് മാറ്റി കമ്പി മാറ്റിയ പുതിയ കൊടയെന്ന് പറയും പോലെ പിന്നെ എന്തുള്ളതില്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയാവില്ലേ? അല്ല, അവർ നിലനിൽപ്പതല്ലേ? എന്നിട്ട് നിങ്ങൾ മനസ്സിലായില്ലല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സർവ്വ ഹിസ്റ്ററിയും സർവ്വ ഫയലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള അത് നിങ്ങൾക്ക് സഭ കത്തോലിക്ക സഭ, ലത്തീൻ കത്തോലിക്ക സഭയില്ല, കത്തോലിക്ക സഭ കാണും. അത് ഇത്ര കോടി ലക്ഷം ഏക്കറിനൊക്കെ അവർക്ക് കണക്ക് വന്നിട്ടുണ്ട്. നെറ്റ് അടിച്ചൊക്കെ കിട്ടും. ഇവിടെ അന്ന് കണ്ടില്ലേ, പിന്നെ ഒക്കപ്പോളിനേക്കാൾ എത്ര 200 ഇരട്ടി മറ്റാണ്, 200 ഇരട്ടിയാണ് ക്രിസ്ത്യൻ സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക് മാത്രമുള്ള ഭൂസ്വത്ത്. മറ്റു സ്വത്തിൽ ഭൂസ്വത്ത് മാത്രം, ബാക്കി വരെ അതൊക്കെ അവർ കണ്ടുപിടിച്ചാൽ അവർക്കറിയാം. അതെല്ലാം പിടിച്ചെടുക്കുവാൻ ഒരു സംശയക്കാത്തില്ല. അത് നിങ്ങളുടെ സോണിയ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടക്കൂല. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ച് ഞാൻ ക്രിസ്ത്യ സമുദായത്തോട് ഒരു എതിർപ്പുമില്ല, യാതൊരു ഇഷ്ടവുമില്ല. അവർ മാന്യന്മാരാണ്, ഒരു സംശയമില്ല. അവർ കാര്യം നോക്കി ജീവിക്കുന്നത്, അല്ല ഒരു എന്തിനാ വഴക്കമാക്കാൻ പോകുന്ന ടീമൊന്നുമില്ല. അതൊക്കെ സംസാരിച്ചു, നമ്മൾ ഉൾക്കൊണ്ടു, അംഗീകരിക്കുന്നു. പക്ഷേ പള്ളിയിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഇടയന്മാർ, പള്ളിയിലെ ഇപ്പോൾ മറ്റ് മലയാളത്തിൽ പറഞ്ഞ പള്ളിയിലെ പിന്നെ അവിടുത്തെ ജനങ്ങൾ, വേണമെങ്കിൽ അംഗങ്ങൾ എന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും കാലം വർഷങ്ങളായിട്ട് മനസ്സിലുള്ള പറയാതെ, പക്ഷേ പറഞ്ഞില്ലെങ്കിൽ അപകടത്തിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ആ പള്ളിയിൽ അധികാരത്തിൽ എന്തെങ്കിലും അവകാശ സാധ്യതയുണ്ടോ? നിങ്ങൾ പോയി പ്രാർത്ഥിക്കാനും പണം കൊടുക്കാനും ഇല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവകാശം, ഒരു അംഗീകാരം, ഒരു പവർ ഉണ്ടോ? അവിടെ പോകുമ്പോൾ അവിടെ നിശ്ചയിക്കും, അതിൻ്റെ താഴെയായിട്ട് വരും. അവസാനം അതായത് നാട്ടിലെ ഒരു പ്രമാണിയെ പിന്നെ ഇതാക്കും, അവർ നേരത്ത് പോകും. സാധാരണക്കാർക്ക് എന്ത്? ഇനി സാധാരണ പണക്കാർക്ക് പോലും, സാധാരണ പണക്കാർക്ക് പോലും അവിടെ എന്ത് ഒരു ഉത്തരവാദിത്വ അവകാശമില്ല. ഇത് നിങ്ങൾ എന്താ ചോദ്യം ചെയ്യാത്തത്? അതവിടെ ചർച്ച് ആക്ട് വിടുന്ന പറഞ്ഞു. അതൊന്നും നിങ്ങൾ സോപ്പിട്ട് അന്ന് കോൺഗ്രസ് ഭരിച്ചു, പിന്നീട് BJP കയ്യിലെടുത്തു, അതും അട്ടർത്ത് വെച്ച്. ഇനി നടക്കില്ല. കാരണം ഈ സംഘ് പരിവാർ ക്രിസ്ത്യൻ വിരോധം കൂടി പറഞ്ഞാണ് വോട്ട് വാങ്ങിച്ച് കയറിയിരിക്കുന്നത്. മുസ്ലിം വിരോധം മാത്രമല്ല, അതങ്ങനെയല്ല, തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചടിക്കും. അതല്ലോ സിനിമ നാടകത്തിലല്ലേ പറഞ്ഞത്. ആദ്യം ഒരാൾ പ്രസംഗിച്ചപ്പോൾ അതിനുമുമ്പ് പ്രസംഗിച്ച ആളെ എതിർത്തില്ലേ? അവസരം ആ ആള് തന്നെ രണ്ടാമത് പ്രസംഗിച്ചപ്പോൾ ആദ്യം പ്രസംഗിച്ച ആൾ കൊല്ലാൻ ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ ഇനി നിങ്ങൾ സംഘപരിവാർ പറയുകയാണ് ഇങ്ങനെയല്ല, അത് ശരിയല്ല ഇത് പറഞ്ഞാൽ അവരടികൊള്ളും. ജനങ്ങൾ അത്ര കണ്ട് മൂർച്ചയിൽ ആവേശം നിർത്തി കളിച്ചിരിക്കുകയാണ്. അങ്ങനെ വോട്ട് വാങ്ങിയാണ് അധികാരത്തിൽ കയറിയത്. ഈ ജാർഖണ്ഡ് എന്ന് പറയുന്നത് മധ്യപ്രദേശത്ത് പിരിഞ്ഞു ഒരു ചെറിയൊരു സംസ്ഥാനമാണ്. 3% താഴെ മുസ്ലിം, 2% താഴെ ക്രിസ്ത്യാനികളുള്ളൂ. എന്ന് പറഞ്ഞാൽ 98%-ൽ 2% ക്രിസ്ത്യാനികളുള്ളൂ. ബാക്കി 3% മുസ്ലിം, ബാക്കി 95% ഹിന്ദുക്കളാണ്. അവർ സംഘടിപ്പിച്ചാണ് അധികാരത്തിൽ കയറിയത്. അവർ സംഘടിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ന്യൂനപക്ഷം, ക്രിസ്ത്യൻ ന്യൂനപക്ഷം വിരോധം പറഞ്ഞാണ് സംഘടിപ്പിച്ചത്. ഇനി നാളെ ചെന്നിട്ട് അയ്യോ അങ്ങനെയല്ല ഞങ്ങൾ തെറ്റുപറ്റിയാന്ന് പറഞ്ഞാൽ അവർ കടിയുള്ളൂ.
ഇപ്പൊ ഈ ക്രിസ്ത്യാനികൾ തല്ല നടക്കുന്ന ഈ സംഘപരിവാര ആൾക്കാരുണ്ട്, പ്രവർത്തകരല്ല, അവർ തിരിച്ചു വന്ന് അമിത്ഷാ പോലും തല്ലും. അമിത്ഷാ ഇപ്പൊ ഇടപെടില്ലല്ലോ, പറഞ്ഞില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ട്, അങ്ങനെ സഭ ഇടപെട്ടിട്ടൊന്നും നടക്കാൻ പറ്റില്ല എന്ന്. അതെങ്ങനെ ചെയ്യുന്നത്? ഇന്നലെ വരെ പറഞ്ഞിട്ട് ഇന്ന് മാറ്റി പറയാൻ പറ്റുമോ? തന്നെയല്ല, കൊച്ചു കേരളത്തിൽ, ഈ കേരളത്തിൽ ആകെ 20 MP-മാരുടെ സംസ്ഥാനം കേരളം, ആകെ 541. 541 20 പോയാൽ ബാക്കി 521 MP-മാർ വേറെ കിടക്കാണ്. അവിടുന്ന് ഭൂരിപക്ഷം കിട്ടാനുള്ള ഭയക്കുന്നിപ്പോൾ കൃത്യമാണെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് അവരുടെ ബേസ് എന്ന് പറഞ്ഞത് ഈ ന്യൂനപക്ഷ വിരോധം, പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധം, ഇപ്പൊ പുതിയ വിരോധം, ഈ മതേതര ജനാധിപത്യ വിരോധം. അത് മാറ്റിയ പിന്നെ എന്ത് BJP, എന്ത് RSS, എന്ത് ഇതൊക്കെ വരുവാ? ഇതൊന്നും ഇത്രയും കാലമായിട്ടും സഭയ്ക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോഴേ, സഭയ്ക്ക് നമ്മൾ എങ്ങനെ ഒരു മനുഷ്യനെ കണക്കാക്കുന്നത്? എത്ര മണ്ടത്തിൽ കാണിച്ച്. കാസക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അത് ഇസ്രായേൽ സൃഷ്ടിയാണ്. ക്രിസംഗിക്ക് ലക്ഷ്യങ്ങളുണ്ട്, അത് സംഘപരിവാറിന്റെ കെയർ ഓഫിലാണ്. അതൊക്കെ മാറ്റിവെക്ക്. ഇപ്പൊ ചില മുസക്കികളുണ്ട്, അപൂർവം 5-10 മുസക്കികളും ബാക്കിയാണ്. അതൊക്കെ മാറ്റിവെക്ക്. നിങ്ങൾ സഭയില്ലേ, സഭ ക്രിസ്ത്യൻ സഭയല്ലേ, നിങ്ങൾ സ്വാധീനമൊക്കെ ഉള്ളല്ലേ, അറിവുകളൊക്കെ ഉള്ളല്ലേ, എല്ലാവിധ പതില്ലേ. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അപ്പൊ നിങ്ങള് ആങ്ങളെ മരിച്ചാലും വെള്ള നാത്തൊരു കണ്ണീർ കാണുന്ന പോലെ മുസ്ലിം സമുദായത്തെ അങ്ങോട്ട് തീർച്ചയായിട്ടും ഇല്ലാത്ത നുണ പറഞ്ഞ്, യാതൊരു സത്യമില്ലാത്ത കാര്യം പറഞ്ഞ് കള്ളസത്യം ഇട്ട്. ഇപ്പൊ എന്താണ്, കർണാടകയിൽ ആയിരക്കണക്കിന് ഹിന്ദു യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊത്ത് കത്തിച്ചിട്ടുണ്ട്. ആ സംഭവം സിനിമയൊന്നും ആയിരുന്നില്ലല്ലോ. അല്ലാതെ 30,000 പേരെ എന്തുകൊണ്ട് ഈ സ്ത്രീയിലൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് സിനിമ ഇറക്കില്ലേ? അത് നിങ്ങൾ സഭ നിങ്ങളുടെ സ്ഥലത്ത് പ്രത്യേക പ്രചരണത്തിന് അനുവാദം കൊടുത്തില്ലേ പ്രദർശിപ്പിക്കാൻ? അത് നല്ല ഉദ്ദേശമായിരുന്നോ? നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടിയെന്ന് ഞാൻ ഒരു 5-6 മാസം മുമ്പ് പറഞ്ഞു. സഭ നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ അനുഭവിച്ചോണ്ടിരിക്കല്ലേ. ഇതൊരു കന്യാസ്ത്രീയിൽ അവസാനിക്കില്ല. അവർ ഈ സംഘപരിവാറിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് ക്രിസ്ത്യൻ വിരോധം, മുസ്ലിം വിരോധം, പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധം. അത് വെച്ച് അവർ അധികാരത്തിൽ കയറിയിരിക്കുന്നത്, അത് മാറ്റാൻ പറ്റില്ല. ഇനി നിങ്ങൾ ഈ സ്വത്തെല്ലാം പിടിച്ചെടുക്കും, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആഭ്യന്തര കാര്യം എന്ന് പറയും. അമേരിക്ക ഇടപെട്ട പറഞ്ഞില്ല, അത് ആ രാജ്യത്തെ ആഭ്യന്തര കാര്യം ഇടപെടാൻ പറ്റില്ല. ഇത് മുസ്ലിങ്ങൾക്ക് വരാം, അല്ല ക്രിസ്ത്യൻസ് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ. ഓക്കഫിന്റെ വിഷയമൊക്കെ അങ്ങനെയാണല്ലോ. ഒരു ന്യായമില്ലാതെ പിടിച്ചു കുറച്ച് എടുത്തപ്പോഴേ നിങ്ങൾ കൈയൊട്ടി ചിരിച്ചില്ലേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേന്. എത്ര വഞ്ചിയാണ് നിങ്ങൾ ആ മുസ്ലിം സമുദായത്തെ കാണിച്ചത്. ആ ഒക്കെ ബില്ല് കൊണ്ടുവന്നപ്പോഴേ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്ത്. ഇനി പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ 20% വോട്ട്, മൊത്തം 30 കോടി ജനങ്ങൾ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. ക്രിസ്ത്യൻ സമുദായം 2% 3 കോടിയുള്ളൂ. 1:10 ആണ്. ഒരു ക്രിസ്ത്യാനിക്ക് പോലും 10 മുസ്ലിമുണ്ട്. അപ്പൊ അത് 9 മുസ്ലിങ്ങൾ കൂടി സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്നല്ലോ. അങ്ങനെ കിട്ടിയിട്ട് ഇതിനു മുമ്പ് പല സ്ഥലത്തും കുഴപ്പമുണ്ടാക്കുമല്ലേ. ഇതിപ്പോ മുസ്ലിങ്ങൾ, നിങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിന്നെ വഴക്കുണ്ടാക്കി അകത്തി കളഞ്ഞു. മനസ്സുകൊണ്ട് അകന്ന് പോയപ്പോൾ ചിലരുണ്ട് നിഷ്പക്ഷം, എന്താ അവരെ പാടാൻ പോയി. അപ്പോഴും ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ക്രിസ്ത്യൻ സമുദായത്തിൽ ഇന്ത്യയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാൽ അത് നിങ്ങൾക്ക് കിട്ടുമായിരുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ട് ഇനിയും പറയത്. കാരണം അത് ഒരു ന്യൂനപക്ഷ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഒരേ തൂൽ പക്ഷികളാണ് ഇന്ത്യയിൽ. ക്രിസ്ത്യൻസിനോട് ഒരു കാരണവശാലും മുസ്ലിങ്ങൾ ഒരു രീതിയിലുണ്ട്, വാക്കുകൊണ്ടും പ്രവൃത്തിയോടും എതിർക്കാൻ പാടില്ല, സഹകരിച്ച് ചോദിച്ചേക്കണം. മറിച്ച് ചെയ്യേണ്ടതാണ്. ചെയ്തില്ലെന്ന് മാത്രമല്ല, അവർ പക്ക ശത്രുവായി. യാതൊരു ന്യായമില്ലാത്ത കാര്യം പറഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, മറ്റേ ജിഹാദൊക്കെ പറഞ്ഞു. ഇപ്പൊ കൺവെർട്ട് നിയമം 12 സംസ്ഥാനങ്ങളിൽ കൺവെർട്ട് നിയമം ഉണ്ടാക്കിയല്ലോ. എന്ത് ന്യായമാണ്? ഇവിടെ നിയമമുണ്ട് ഇവിടെ. അതായത് നിർബന്ധപൂർവ്വം മതപരിവർത്തനം നടത്തുന്നത് തെറ്റാണ് നിയമമുണ്ട് ഇവിടെ. ആ നിയമത്തിന് പുറമെയാണ് വേറെ നിയമം ഉണ്ടാക്കി, ജാമ്യമില്ല കേസ് ഉണ്ടാക്കിയത്. അവര് പറയുന്നറിയോ നിങ്ങൾ കേട്ടാ? സഭാ നേതൃത്വം, ക്രിസ്ത്യൻ സമുദായ ബുദ്ധിജീവികളെ നിങ്ങൾ കേട്ടോ? സംഘപരിവാർ ഇടോ കേരളത്തിൽ 18% ക്രിസ്ത്യാനി, അല്ല 6% കൺവെർട്ട് ക്രിസ്ത്യാനാണ്. ആകെ 12% ദളിതുള്ളത്. കൺവെർട്ടിൽ 10% ഉള്ളു. ഇപ്പോൾ ആ 10% പകുതിയായ 6%, അതിൽ 12% പകുതി 6% നിങ്ങൾ എന്ത് ചെയ്ത്? കൺവെർട്ട് ക്രിസ്ത്യാനിയായിക്കില്ലേ? നിങ്ങൾ മതപരിവർത്തനം നടത്തിയില്ലേ?
ഇതൊക്കെ ഇന്നലെ നാളെ അവർ കൊണ്ടുപോകും, പിടിച്ചെടുക്കും, അല്ലെങ്കിൽ കൊന്നുകളയും. ഇപ്പൊ ഗർഭാപ്പസി ഏതോ ഒരു മുസ്ലിം കുടുംബത്തെ ഇന്ന് കേരളത്തിൽ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും പിടിച്ചെടുക്കും. അല്ല ഒരു ആനി രാജക്കോ അല്ലെങ്കിൽ മറ്റേ CPM-ന്റെ ആ വനിതാ വൃദ്ധക്കാരനൊക്കെ അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അമിത്ഷാക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്ത ജനങ്ങൾ പോയി തിരിച്ചു വരൂല്ലേ? അപ്പൊ അവർ കസേര പോകും, അവർ തല്ലിക്കൊല്ലൂല്ലേ? അല്ല, നീതി പ്രതീക്ഷിക്കണ്ട. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അറിഞ്ഞോ അറിയാതെയുള്ള ഈ മതപ്രചരണം, ഏത് ജാതി മതം പ്രചാരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ക്രിസ്ത്യനി മതമല്ല, ഈ മുസ്ലിം ചെയ്താലും മുസ്ലിം മതവിരോധത്തിന് വേണ്ടി ശ്രമിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാരണവശാലും അതിന് യോജിക്കുന്ന വിഷയമില്ല. പിന്നെ ചില വ്യക്തികൾ വിഷയങ്ങൾ പഠിച്ചിട്ട് മതം മാറ്റും, അത് നടക്കട്ടെ, അത് ഒറ്റപ്പെട്ടാണ്. അല്ലാതെ കൂട്ടായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ കൂട്ടായിട്ട് 1-2 സ്ഥലങ്ങൾ മതം മാറിയിട്ടുണ്ട്. അത് ചില പ്രത്യേക സാഹചര്യത്തിലാണ് അത് അവിടെ ജീവിക്കാൻ പറ്റുന്നത്. അതുപോലും ഞങ്ങളെ സംബന്ധിച്ച് അതുപോലും നമ്മൾ അനുകൂലിക്കാറില്ല. ഒരൊറ്റയും തെറ്റേക്ക് വന്നോട്ടെ, അല്ല കൂട്ടായിട്ടുള്ള മതം മാറ്റം നമ്മൾ സമ്മതിക്കില്ല. അത് ഒരു മതം മാറിയാലോ, ഒരു ജാതി മറ്റു മതം മാറിയാലോ, അല്ല ക്രിസ്ത്യൻ മാത്രമല്ല, അത് കൂടുതൽ ചെയ്യുന്ന ഇതാണ്. അവർ പറയുന്ന, അവർ പിന്നെ സംഘപരിവാർ പറയുന്നത് അവർ കണക്കുണ്ട്. കേരളത്തിലെ 18% ക്രിസ്ത്യൻ ജനസംഖ്യ. അതിപ്പോൾ 16 കുറഞ്ഞു എന്ന് പറഞ്ഞു. അവർ പ്രസവിക്കാൻ തയ്യാറില്ല, മറ്റുള്ള ഗൾഫിൽ വിദേശത്ത് പോയില്ലേ. ആ 18% എടുത്താൽ അതിൽ 6% കൺവേർട്ട് ക്രിസ്ത്യാണ്. എന്നാൽ 3 ജനസംഖ്യ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് തെളിവിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്ക്. ഇത് ചെയ്തിട്ട് 10, 60, 100 വർഷമായെങ്കിലും ഇപ്പോഴും മതം മാറിയിട്ടുണ്ടോ? കൺവേർട്ട് ക്രിസ്ത്യാനി നിൽക്കാണ്. എന്ത് ന്യായം നോക്കി. ഇപ്പൊ മുസ്ലിമല്ല, ഒരുത്തല്ല ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് കലിമ ചെല്ലല്ലോ, അവൻ അവിടുത്തെ പ്രമാണം ഒപ്പം നിൽക്കാം, യാതൊരു വ്യത്യാസമല്ല. ഒരിക്കൽ ചില വീട്ടുകൾ കൺവെർട്ട് മുസ്ലിം ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ പോയി പണിയൊക്കെ മുസ്ലിംസിനെ കൺവെർട്ട് മുസ്ലിമും അല്ലാത്ത മുസ്ലിമില്ല. മുസ്ലിം ഒറ്റ മുസ്ലിമുള്ളൂ, ഒന്ന് മുസ്ലിം അല്ലെങ്കിൽ അമുസ്ലിം. അമുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ആൾ, അല്ലാതെ തെറ്റ് കുറ്റവാളിയല്ല, മുസ്ലിം അല്ലാത്ത ആൾ, അതാണ് മുസ്ലിമാണ്. ഇപ്പൊ കാഫിർ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത ആളുള്ളൂ, അല്ല കാഫിർ കുറ്റവാളില്ല. ഇവിടെ സംഘപരിവാർ പറയുന്നത് ആ കാഫിർ എന്ന് പറയാൻ പറ്റുള്ളവരെ എന്തോ വലിയ തീവെട്ടിക്കൊള്ളയില്ല, ഒരു തീവെട്ടിക്കൊള്ളില്ല. കാഫിർ മീനിങ് വിശ്വാസം ഇല്ലാത്തത്, അത് മുസ്ലിം അല്ലെന്നുള്ളൂ. അത് മുസ്ലിം പറഞ്ഞിട്ട് മറ്റൊരുപാട് കാഫിർ വിശ്വാസം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം. ക്രിസ്ത്യൻ സമുദായം ഒന്ന്, നിങ്ങൾക്ക് സഭയ്ക്ക് പള്ളികളിൽ ജനകീയ കമ്മിറ്റി വേണം. ഇത്ര നാളായിട്ടും ഇത്രയും ബുദ്ധിയുള്ള തിരിച്ചറിവുള്ള ജനാധിപത്യവാദികളെ ക്രിസ്ത്യൻ സമുദായത്തെ ജനങ്ങളെ നിങ്ങൾ എന്താണ് ഞങ്ങളുടെ ഇടപെടൽ, ഞങ്ങൾക്ക് സ്വാധീനം വേണം, ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് വേണം, ഞങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന കമ്മിറ്റി വേണമെന്ന് പറയാൻ ഒരു കുഞ്ഞെങ്കിലും ഉണ്ടൊരാൾ. ഫിലിക്സ് പുലിയോടൻ പോലെയുള്ള കുറേ പേര്, അതൊക്കെ ഒറ്റപ്പെട്ട ശബ്ദമായി പോയി. ആദ്യമായിട്ട് സഭയിൽ പള്ളികൾ ജനാധിപത്യം വരട്ടെന്ന്. അതുപോലെ എന്തെങ്കിലും അനാചാരങ്ങൾ ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞോ, ക്രിസ്ത്യൻ മതത്തെ പറഞ്ഞു, ഏത് മതത്തെക്കുറിച്ച് പറഞ്ഞോ, ഇതുപോലെ അന്യായമായ തീവ്രമായ തീവെട്ടുകൾ നടക്കുക എന്തെങ്കിലും നിയമോ ആചാരോ രീതി ഉണ്ടെങ്കിൽ ആ മതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞൊന്നും ഒരു കുഴപ്പമില്ല. മുസ്ലിം സമുദായത്തിൽ ജനാധിപത്യ രീതിയിലുള്ള കമ്മിറ്റി, ഹിന്ദു സമുദായത്തിലും ഏതാണ്ട് അതൊക്കെ നടക്കുന്നത്. പക്ഷെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു ജനാധിപത്യ കമ്മിറ്റി ഉണ്ടോ? അവിടെ വോട്ടിംഗ് പവർ ഉണ്ടോ? പണം അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും അവകാശം ഉണ്ടോ? അവിടെ പോപ്പ് നിശ്ചയിക്കും, അതിന് ആളുകൾ ഇങ്ങനെ വാരി വരും. അതിൻ്റെ ഗ്യാങ് ഇപ്പം മോറുണ്ട്. ഞാൻ ചെമ്പരിക്കപ്പോൾ ഒരു മോർ ബാവാന്ന്, ചിലത് വെറും മോറ് മാത്രമാണ്, വേറൊരു കാര്യം മോർ എന്നാണ്. പണ്ടിൽ ബേബി പറഞ്ഞില്ല, സഖാവ് ബേബി പറഞ്ഞില്ലേ, അതിരൂപത കൂടുതൽ രൂപ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണം. അതും ഞാൻ പറയാൻ തയ്യാറില്ല. കാരണം അറിയാം, നമ്മളൊന്നും ഒരു സമുദായത്തെ ഒരിക്കലും അങ്ങനെ പറയും. പ്രത്യേക ക്രിസ്ത്യൻ സമുദായത്തെ നമ്മൾ ഒരിക്കലും പറയും. ഞങ്ങളുടെ സഹോദര സമുദായമാണ്. മുസ്ലിം സമുദായം പോലെ തന്നെ ബന്ധപ്പെട്ടാണ് ക്രിസ്ത്യൻ സമുദായം. ഹിന്ദു സമുദായം ഉണ്ട്, അത് വേറെ രീതിയിൽ ബന്ധപ്പെട്ടേനെ. പക്ഷേ ഇത്രയും അടുപ്പമില്ല. വേദത്തിൽപ്പെടുന്നല്ല, മറ്റു വേദത്തിൽപ്പെട്ടാണല്ലോ മൂന്നാം വേദം കൊണ്ട്. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിലെ സാധാരണ ജനങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ പള്ളികളിൽ ജനാധിപത്യത്തിന് വേണ്ടി മുറവിളി കൂട്ടണം. ആരും എതിർക്കാനില്ല, ജനകീയ അവകാശം നേടിയെടുക്കാൻ. നിങ്ങൾ എന്താ ഇത്ര കൊല്ലായി? സ്വാതന്ത്ര്യം കിട്ടി തന്നെ 47 കിട്ടി, അടുത്ത കൊല്ലായി. അത് മുമ്പ് ബ്രിട്ടീഷ് ആകരുത്. സ്വാതന്ത്ര്യം ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് പറയാൻ പാടില്ല, ഞങ്ങൾ ഇതേ പള്ളികളിൽ ഞങ്ങൾക്ക് ജനാധിപത്യ അവകാശം വേണം, ഞങ്ങൾക്ക് വോട്ടിംഗ് പവർ വേണം, ഞങ്ങൾ ഭരണത്തിൽ ഞങ്ങളുടെ ഭാഗമാക്കണം, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കണം.
ഇത് വല്ല ഒരു കുഞ്ഞും പറയുന്നുണ്ടോ? അവിടെ പറയുന്നത് ഇതാണ് പ്രചാരണം. മറ്റേ സഭയുടെ നേതാക്കളും മിത്രന്മാരും തമ്മിൽ തർക്കമുള്ളൂ, അല്ല ജനാധിപത്യപരമൊന്നും ആരും പറഞ്ഞില്ല. ഇപ്പൊ കപ്പൽ പള്ളി അപ്പത്തുള്ള പള്ളിയിൽ തർക്കമാണ് കുറേ വർഷമായി. അവിടെ ജനാധിപത്യം വരാൻ വേണ്ടിയല്ല, അത് അവരധികാരം വ്യക്തികൾ പങ്കിടുമ്പോൾ അതിൽ വ്യത്യാസമാണ്, അതല്ല വേണ്ട. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ തെറ്റും ശരിയിൽ ആദ്യമായിട്ട് ക്രിസ്തീയ സഭകളിൽ ക്രിസ്തീയ പള്ളികളിൽ ജനാധിപത്യം വരട്ടെ. എന്നിട്ട് കരുതിക്കുട്ടിയുള്ള മതപ്രചരണം അത് നിർത്തട്ടെ. അതിന് മതപ്രചരണം നടത്തുന്നത് അവനവൻ്റെ സമ്പത്ത് നോക്കി കഞ്ഞിയും കുടിച്ച് കന്യാസ്ത്രീ. അതുപോലെ കന്യാസ്ത്രീ മഠത്തിൽ ക്രിസ്ത്യൻ സഭയെ നിങ്ങൾ ഇപ്പോൾ വിജയിക്കാത്ത ഒരു മെയിൻ കാരണം, അല്ലെങ്കിൽ സമ്പത്തല്ലാത്ത ജനസംഖ്യ കുറയാനുള്ള ഒരു മെയിൻ കാരണം, ഏതാണ്ട് എത്ര ശതമാനം അച്ഛനായിട്ടും കന്യാസ്ത്രീയായിട്ട് പോകുന്നത് അവർക്കൊന്നും സന്താനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, സന്താനം ലഭിക്കാൻ പറ്റില്ലല്ലോ. അച്ഛനുകൊണ്ട് ഒരു ചെറിയൊരു വിഭാഗത്തിൽ മാത്രമേ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാവുള്ളൂ, ബാക്കിയുള്ള കല്യാണം കഴിക്കാൻ പാടില്ല. കന്യാസ്ത്രീക്ക് ഒരിക്കലും പറ്റില്ല. അതിലൊക്കെ നിങ്ങൾ ചാത്വികമായിട്ട് ആലോചിച്ച് അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുമോ നോക്ക്. കന്യാസ്ത്രീ ആയിക്കുമോ, അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ, കുടുംബത്തിൽ നയിക്കാൻ പറ്റുമോ എന്നാലും ഇപ്പോൾ കല്യാണം കഴിക്കുന്ന അച്ഛനുണ്ടല്ലോ. അതുപോലെ എല്ലാ അച്ഛന്മാർക്കും വിവാഹ ജീവിതം മുസ്ലിം സമുദായത്തിൽ ഹിന്ദു സമുദായത്തിലുള്ള പോലെയൊക്കെ. ഹിന്ദു സമുദായത്തിൽ ചില സന്യാസിമാർക്ക് വിവാഹം കഴിക്കാൻ പാടില്ലെന്ന്, കുടുംബം പാടില്ലെന്ന് എന്തുകൊണ്ട് ഉള്ളവരുണ്ടല്ലോ. അങ്ങനെ നോക്കി പ്രായോഗികമായി ചിന്തിക്കും, ബി പ്രാക്ടിക്കൽ, അത് ചെയ്യുക. അല്ലെങ്കിൽ അപകടം തന്നെയാണ്, ഒരു സംശയക്കാത്തില്ല. അല്ല, നിങ്ങൾ ധരിക്കുന്ന പോലെ സംഘ് പോയാൽ നിങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ ബേസാണ് നിങ്ങൾക്ക് ക്രിസ്ത്യ വിരോധം, അവരുടെ ബേസാണ് മുസ്ലിം വിരോധം, അവരുടെ ബേസാണ് കമ്മ്യൂണിസ്റ്റ് വിരോധം. ഇപ്പം 4ാമത് വിരോധം വന്നിട്ട്, അന്ന് ഗോൾവാർക്ക് പറഞ്ഞ 4ാമത് വിരോധം എന്ന് വെച്ചാൽ ജനാധിപത്യം അതേതര ചിന്താഗതി, അതും 4ാമത്തെ ശത്രുക്കളാണ്. ആഭ്യന്തര ശത്രുക്കൾ തന്നെ. വിദേശ ശത്രുക്കളെ കുറിച്ച് പറയുന്നില്ല. ഒരു രാജ്യത്തിന് വിദേശ ശത്രുക്കളാണ് അപകടകാരികൾ. ആഭ്യന്തര ശത്രുക്കളൊന്നും അത്ര ആഭ്യന്തര അതില്ല. സംഘം ഒരുപാടുണ്ട്. ആഭ്യന്തര ശത്രു അല്ല വിദേശ ശത്രു ഉണ്ടോ? ഏറെ ശത്രു ഉണ്ടോ? ഇല്ല. അമേരിക്ക ബ്രിട്ടീഷ് ശത്രു ഒന്നല്ല, ബ്രിട്ടനൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. സഭയുടെ പോക്ക് വലിയ അപകടത്തിലേക്കാണ് ക്രിസ്ത്യൻ സമുദായം ഇപ്പോഴത്തെ ഇന്ത്യയിൽ. സമ്പത്ത് മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതിങ്ങനെ എങ്ങനെ നോക്കുമ്പോൾ പിന്നെ കന്യാസ്ത്രീ വസ്ത്രം ഇട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ എത്തി ഇന്ത്യ? അതിലൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്കില്ലേ ഉത്തരവാദിത്വം? സംഘപരിവാറിന്റെ മാത്രമാണോ? അതല്ലേ ഇത്. നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര മതപ്രചരണം നടന്ന് പിന്നെ സമുദായത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം? ഒക്കെ ശരിയാണ്. സമുദായത്തിൽ ഇറങ്ങി പിന്നോക്ക ദളിത് ആദിവാസികളെ സഭയല്ല ചെയ്യേണ്ടത്, ക്രിസ്ത്യൻ സമുദായം ചെല്ലും. യൂണിഫോം ഇല്ലാതെ സഭയും അച്ഛനും അല്ല ചെല്ലേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഈ സമുദായത്തെ ഉയർത്താൻ, അതായത് പിന്നോക്ക ദളിത് സമൂഹം അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർത്തുന്നത് നല്ല കാര്യം തന്നെ, തെറ്റില്ല. അതിന് നിങ്ങൾ പള്ളിയുടെ പേരിലല്ല പോണ്ട്, ബൈബിളിൽ അടുത്തല്ല പോണ്. ആഫ്രിക്കയിൽ രാജ്യത്തിൽ ടിറ്റു ഒരു നേതാവുകളിൽ ക്രിസ്ത്യാനികൾ ബൈബിളായിട്ട് വന്നു. പ്രചരണത്തിന് കുറേ വർഷം കഴിയുമ്പോഴല്ലോ ബൈബിളൊക്കെ ഞങ്ങളുടെ കയ്യിലും ഞങ്ങളുടെ സ്വത്തല്ല അവരുടെ കയ്യിലായി എന്ന് പറയും. ഡെഡ്മൻ ടിറ്റു പറഞ്ഞാണ്, ഭരണാധികാരി അല്ല, അത് സാധാരണ ഒരു പറഞ്ഞല്ല. അവർ ബൈബിളായിട്ട് വന്ന് പ്രചരണം തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴും ബൈബിളില്ല ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങളുടെ വസ്തുവിൽ അവരുടെ കയ്യിലായത്. ഇത് തന്നെ ഇന്ത്യയിൽ നടന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് എല്ലാ ആനുകൂല്യം പറ്റി കണ്ണായ സ്ഥലം മുഴുവൻ സഭയുടെ ആൾക്കാർ കയ്യിലിറക്കി. അതിനു മുൻപ് രാജഭരണ കാലത്ത് രാജാവിൻ്റെ കാലത്ത് ഒന്ന് നേടി. അത് ഈ കോൺഗ്രസ്, ഈ കള്ള കോൺഗ്രസ് വന്നപ്പോൾ അവരുടെ കൂടെ എല്ലാ ആനുകൂല്യം പറ്റി. അത് കഴിഞ്ഞ് BJP വന്നപ്പോൾ ആനുകൂല്യം പറ്റാൻ നോക്കി. പക്ഷെ അവിടെ ക്ലച്ച് പിടിക്കുന്നില്ല. സോണിയല്ല മോഡി, അത് മനസ്സിലാക്കണം. മോഡി അങ്ങനെ ചെയ്തു വിചാരിച്ച പോലും അവർ പുറകിലുള്ള സംഘടന സമ്മതിക്കില്ല, RS സംഘടന സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ പിക്ചറായിട്ട് ഒന്നും നടക്കില്ല. നിങ്ങൾ മാതൃകാപരമായിട്ടും മാന്യമായിട്ടും മനുഷ്യത്വമായിട്ടും ആദ്യമായിട്ട് നിങ്ങളുടെ വീഴ്ച എന്താണ്, ക്രിസ്ത്യൻ സഹോദരി ഇന്ത്യയിൽ എന്താണ് വീഴ്ച, അത് മനസ്സിലാക്കിയിട്ട് പരിഹാരം കാണുക. ആ വീഴ്ച ഇതാണ്. ജനങ്ങൾ നന്നാക്കണമെന്നുണ്ടെങ്കിൽ നന്നായിക്കോ, തെറ്റൊന്നുമില്ല. സർക്കാരിൻ്റെ മാത്രം കാത്തിരിക്കണ്ട. അത് നിങ്ങൾ പള്ളിയും ബൈബിളായിട്ടല്ല പോകേണ്ടത്. പള്ളിയും ബൈബിളായിട്ട് പോയി അത് തട്ടിപ്പ് തന്നെയാണ്, വഞ്ചന തന്നെയാണ്, മതപരം തന്നെയാണ്, ഒരു സംശയക്കാര്യത്തില്ല. ഞങ്ങൾ ഇത്രയൊക്കെ പറയേണ്ടി വന്നറിയോ? അത്ര കണ്ട് ആവശ്യമില്ലാതെ ഈ മുസ്ലിം സമുദായത്തെ സഭ വിട്ട് കോലിട്ടളിക്കും.
ആ BJPയുടെ ചെറിയ സപ്പോർട്ട് കിട്ടിയോട്ടില്ല, ഇവരെല്ലാം അങ്ങോട്ട് ഒക്കെ പറപ്പിച്ചുകളയെന്ന് വെച്ച്. തീ ജനിച്ചതാണ് ഈ സമുദായം, അവരൊന്നും പറപ്പിക്കാൻ പറ്റില്ല. ഞാൻ അതിന് ഉദാഹരണം പറയാം. 150 പേര് പിന്നെ ട്രിവാൻഡ്രത്ത് ഒരു ഞായറാഴ്ച പ്രാർത്ഥന, 10-15 ഹിന്ദു സംഘടന, അതൊരു പേരാണല്ലോ, ഹിന്ദു ഐക്യവേദിട്ടെ, ഹിന്ദു സംഘടന അവർ വന്നോടെ ഈ 115 പേരിൽ 100 പേരും ഓടിപ്പോയി. ഇതൊക്കെ കാരണം പൈസ കൊടുത്ത് കൊണ്ടുവന്നാൽ അവർക്ക് ഇത്ര വിശ്വാസമില്ല. തല്ലേണ്ട കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായില്ല, തല്ലുന്നുള്ളു. അത് മുസ്ലിങ്ങളിൽ 30 പേരുള്ളൂ, 150 ഹിന്ദു വിജയമൊന്നുമല്ല. നിന്നടിക്കും. അല്ല, അവർ ഈമാൻ വിശ്വാസമുണ്ട്, അതാണ്. ഇതല്ല പൈസ കൊടുത്ത് വന്നോടാ. അതൊക്കെ മാറ്റിവെച്ച് മാന്യമായിട്ട് നിന്നില്ലെങ്കിൽ സംഗതി അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരു സോണി വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റില്ല, ഒരു രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ പറ്റില്ല. പ്രിയങ്ക പറയണല്ലോ, അത് 3-4 പ്രാവശ്യം പറഞ്ഞെത്തിയല്ലോ. മറ്റേത് മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി എന്നല്ല എന്തുണ്ടായി, എന്ത് സംഭവം അനങ്ങാൻ പറ്റിയോ? മോഡി വിചാരിച്ചാൽ പറ്റിയോ? മോഡി വിചാരിച്ചാൽ പറ്റൂല, അതോടെ മോഡി ചെല്ലാത്തത്. അതിനർത്ഥം സംഘപരിവാറിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ വിരോധവും മുസ്ലിം വിരോധവും കമ്മ്യൂണിസ്റ്റ് വിരോധവും ഇപ്പം ജനാധിപത്യ മതേതര വിരോധമാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക അച്ഛന്മാരെ, അല്ലെങ്കിൽ അപകടമാണ്. പിന്നെ അടിസ്ഥാനപരമായ വ്യത്യാസം ക്രിസ്ത്യൻ സമുദായമായിട്ട് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വിവാഹം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. എത്ര പ്രാവശ്യം ബൈബിള് തിരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണം തിരിച്ചപോലെ, പുതിയ ടെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ചിന്തിച്ചു നോക്ക്. അങ്ങനെ വംശം നിലനിർത്ത്. ഏതാണ്ട് 10% കൂടുതൽ അച്ഛനായിട്ടും കന്യാസ്ത്രീയായിട്ട് പോണ്. അത്രയും ജനസംഖ്യ പോയില്ലേ? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ ആർക്കുള്ള പ്രസവിക്കാൻ തയ്യാറാകുന്നില്ല. ഉള്ളവരൊക്കെ അത് വിദേശത്തേക്ക് പോകണം, അമേരിക്കയിലും ഇറ്റലിയിലേക്ക് പോകണം. അവിടെ ജനസംഖ്യ ഇല്ലല്ലോ, തണുപ്പ് രാജ്യമല്ലേ. അവിടെ പോയി അവിടെ സൂചിക്കുകയാണ്. എന്ത് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ? ജനസംഖ്യ കുറഞ്ഞവർ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ജനസംഖ്യ കുറഞ്ഞതിന് മുസ്ലിം സമുദായം എന്ത് പേടിച്ചു? അവർ കണക്കെടുത്ത് 2 കാര്യം പറഞ്ഞു നിർത്തി. അവർ കണക്കെടുത്ത് ജനസംഖ്യ കഴിഞ്ഞ 2011 ശേഷം കൃത്യകണക്കിൽ ഉള്ള കണക്ക് നോക്കിയാൽ ആനുപാതികമായിട്ട് ചെറിയൊരു വർധനമല്ലാതെ അതിന് മുൻകാലങ്ങളെ അപേക്ഷ വർധനയില്ല മുസ്ലിം ജനസംഖ്യ. ഞാൻ വെള്ളാപ്പള്ളിയോടും ഈ സഭയോടും പറയാണ്, മുസ്ലിം ജനസംഖ്യ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 2011 ശേഷമുള്ള വളർച്ചയും 2001 മുതൽ 2011 വരെ വളർച്ച എടുക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് അല്പം കുറവാണ് വളർച്ച. ഹിന്ദുക്കളും അല്പം കുറവുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിനും ഉണ്ട്. പിന്നെ ആരാണ് വളർന്നത്? നിങ്ങൾ 8-10 മക്കളുണ്ടാക്കുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞല്ലേ, സഭ പറഞ്ഞല്ലേ. 4 കെട്ടി. 4 കെട്ടിയാലും ഒരാൾ കെട്ടിയാൽ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ വേറെ ആൾ കല്യാണം കഴിക്കുമ്പോൾ മക്കളുണ്ടാവില്ലേ? 4 കല്യാണം കഴിക്കുകയാണ് മുസ്ലിം സമുദായത്തിൽ പെറ്റുപിടിക്കുന്നത് ചില വിഡ്ഢി കോതകൾ പറയുന്നുണ്ട്. ആ വിഡ്ഢി കോതലോട് ചോദിക്കട്ടെ, അപ്പോൾ ഒരു പെണ്ണിനെ 2 പുരുഷൻ കല്യാണം, ഒരു പുരുഷൻ 2 പെണ്ണെ കല്യാണം കഴിച്ചാലും മക്കൾ തുല്യല്ലേ? അല്ലെങ്കിൽ അവിടെ വേറെ കല്യാണം കഴിക്കില്ലേ? അപ്പോഴും ആ കുട്ടികളുണ്ടാവില്ലേ? അവിടെ ഇങ്ങനെ എണ്ണം വരെ വർദ്ധിക്കുന്നത്. വെറുതെ അന്ധമായ വിരോധം വെച്ച് ഈ സമുദായത്തെ കൊച്ചാക്കി നശിപ്പിക്കുക എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അതാ ഞാൻ സമുദായത്തിന് വേണ്ടി വാദിക്കല്ല, നീതിക്ക് വേണ്ടി വാദിക്കുന്നു പറയാണ്. അത് നടക്കില്ല. അതോട് കുറച്ചുകൂടി മാന്യമായിട്ട് നിന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പിച്ചാട്ടും ഒരു അഭ്യാസത്തിൽ എടുക്കില്ല. മാന്യമായിട്ട് എന്താണ് നിലനിൽക്കേണ്ട ആവശ്യം നോക്കുക, അല്ലെങ്കിൽ തകർത്ത് കളയും. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മോഡിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു അമിത്ഷാക്കും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരാഴ്ച ചെയ്യുന്നുണ്ട്.